ഹാൻഡ് എംബ്രോയിഡറീനെ കൊണ്ടൊരു ബോർഡർ ലൈൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഈ ബോർഡർ ലൈൻ നമ്മളെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ, കയ്യിൻ്റെ മുകളിൽ, ചുരിദാറിൻ്റെ കയ്യിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ ബ്ലൗസിൽ ബോർഡർ ലൈൻ എങ്ങനെ തയ്ക്കുക എന്നതിൻ്റെ വിധം നോക്കുക. ഇത് ഞാനൊരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ എടുക്കുന്ന നൂലുകൾ ഈ പച്ച കളറുള്ള നൂല്, ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന നൂലാണ്. ഇതിപ്പോൾ ആദ്യം നമുക്ക് പച്ച കളറുള്ള നൂലെടുക്കാം. പച്ച കളറുള്ള നൂല് 3 ലൈൻ സ്റ്റാൻഡ്സായിട്ട് സൂചീൻ്റെ മുകളിൽ കോർത്ത് വയ്ക്കുക. ഇത് കാണിക്കുക. അത് ഞാൻ സൂചീൻ്റെ മുകളിൽ കോർത്തെടുത്ത് 4 അഴയിൽ ഞാൻ ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ചെടി എന്തുകൊണ്ട് അവിടെ ഉണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇതേമാതിരി കാണുന്നില്ല ചെയ്തെടുത്ത് ഈ സ്റ്റിച്ചിലാണത് ചെയ്യുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ചെയ്തെടുക്കുക. കുറച്ച് അകലാന്ന് വെച്ചിട്ട് ചെയ്യേ. പച്ച കളറിലൊന്നുള്ളതുകൊണ്ട് അതേ അരി ഉണ്ടോന്ന് വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെയ്തെടുത്തു. ക്രോസായിട്ട് ചെയ്തെടുത്താൽ മതി. ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ ലൈനിൻ്റെ ഇതേമാതിരി ഇവിടെ ചെയ്തെടുക്കുക. കണ്ടോ, ഇതേമാതിരി ഈ ലൈനിൻ്റെ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ച് അതേമാതിരി ഞാൻ ചെയ്തെടുത്ത്. കണ്ടോ, ഈ ലൈന് ഫുള്ളായിട്ട്. ഇനി ഇതാ പിങ്ക് കളറുള്ള നൂല് ഞാൻ സൂചീൻ്റെ മുകളിൽ പുറത്തെടുത്ത് ഇത് ചെയ്യുന്ന ഇത് അവിടെ കണ്ടു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ശരിയാകും. നൂലിന് വലിപ്പം കൂടിയാലും പ്രശ്നം കെട്ടിക്കൊടുക്കാം. ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടി 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടത് ഇതേമാതിരി ക്രോസായിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വന്നു ക്രോസായിട്ട് ചെയ്തെടുക്കുക. അതേമാതിരി ക്രോസ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എടുത്തിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുക. ക്രോസ് സ്റ്റിച്ച് ചെയ്യുക.
ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ഇവിടെ എടുത്തിട്ട് കണ്ടോ അങ്ങനെ ഇവിടെ വന്നു. ഇതേമാതിരി ഇവിടെ എടുക്കുക. ക്രോസായിട്ട് നമ്മൾ തുന്നാല് ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് ഇതിലൂടെ കൂടെ എടുക്കുക. എന്നിട്ട് ഇവിടെ അങ്ങനെ ചെയ്ത് ഇത് 3 ലെയറിലാണ് എന്നവൻ്റെ അടുത്ത് കെട്ടിക്കൊടുക്കാവുന്നുണ്ട്. ഇതേമാതിരി ചെയ്തെടുക്കുക. ഇതാ ഉള്ളിൽ കൂടെ എടുക്കുന്നത് അങ്ങനെ വന്നേരെ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ക്രോസായിട്ട് എടുക്കണം. അതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ക്രോസായിട്ട് കണ്ടോ. ഇതേമാതിരി ഫുള്ളായിട്ട് ഇത് ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ പിങ്ക് കളറിലൊന്നവരുണ്ടല്ലോ നമ്മളെടുത്ത് അതിനെ കൊണ്ടാണ് അവർ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ കണ്ടത് ഈ പച്ച നമ്മൾ ചെയ്തെടുത്തില്ലേ അതിൻ്റെ മുകളിൽ ചെയ്തിട്ട് ലേസി ഡേസി ചെയ്യാൻ ചെയിനെന്നും പറയുന്നില്ല. ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പച്ചേൻ്റെ മുകളിൽ മാത്രം ചെയ്തെടുത്താൽ മതി. പച്ച ലൈന് വരുന്നുണ്ടല്ലോ, ഈ പച്ച ലൈനുകൾ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നതിന് ലേസി ഡേസി എന്ന് പറയുക, എന്ത് വേണേ പറയാം. അത് ചെയ്തത് ഇതേമാതിരി ഏറ്റവും വരെ ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ചിൽ ഈ മേലത്തെ വരി ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തു. ഈ താഴെയുള്ള വരി ചെയ്തെടുക്കുക. അതേമാതിരി പച്ചേൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. പച്ച സ്റ്റിച്ച് പച്ച നൂല് എവിടെയാണോ വരുന്നത് അവിടെയൊക്കെ ചെയ്തെടുക്കുക. കാണുന്നുണ്ട് ഇതേ സ്റ്റിച്ച്, സെയിം സ്റ്റിച്ച്, ഒരു വ്യത്യാസമാണ്. ക്യാമറ അവിടെ കണ്ടില്ലേ.
അതേമാതിരി ചെയ്തെടുക്കുക. മാതിരി ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. ഇവിടെ താഴെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാത്തിൻ്റെ മുകളിലും ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുത്തുകൊണ്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന പച്ച കളറിനൊക്കെ എവിടെ അങ്ങനെ നല്ല ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ രണ്ട് വരി വരാൻ പാടില്ല. കുട്ടിക്കൂടി കായിട്ടുണ്ട് അവിടെ, എന്താണെന്നറിയില്ല. കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ അതേമാതിരി ഇങ്ങനെ ചെയ്തെടുക്കും. നേരത്തെ അത് ഇതായിപ്പോയി, നൂല് ചുറ്റി പോയത്. തണ്ട് വാരി ഇലയ്ക്ക് അപ്പുറത്ത് കൊടുക്കുക. ഇനി ഇവിടെ അല്ലാതെ ഇവിടെ വാരി ബഡ് വാരി കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കൊടുക്കുക. അതിന് താഴത്തെ ലൈനിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ ഈ ഡിസൈനിൻ്റെ വർക്ക് പോലെ കഴിഞ്ഞ് ഈ ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.